എക്സിറ്റ് പോളുകളിൽ പുറത്തു വരികയാണ്, NDA ഭരണത്തിൽ തുടരുമെന്നാണ് പറയുന്നത്. എന്താണ് അതിലൊക്കെ പ്രതികരണം? അത് നമുക്ക് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു സാമ്പിൾ സർവേ പോലെ ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് പറയുന്നതാണ്. അത് പൂർണ്ണമായി ശരിയായിക്കൊള്ളുന്നില്ല, ശരിയാവുകയും ചെയ്യാം. നമുക്കതിനെപ്പറ്റി പറയാൻ ഒക്കില്ല. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഏതായാലും ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ റിയൽ കൗണ്ടിങ് വരികയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ ഒക്കില്ല. ദേശീയ തലത്തിലുള്ള റിസൾട്ടിലും BJPക്ക് മുൻതൂക്കം ക്ലിയറായിട്ട് കൊടുത്തുകൊണ്ടാണ് അത് കാണുന്നത്. ഇനിയിപ്പോൾ അത് യഥാർത്ഥത്തിൽ പോളിംഗ് കഴിഞ്ഞതിന് കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി പറയുന്നതാണ് നല്ലത്. അതിന് മുമ്പ് അത് പറഞ്ഞിട്ട് ഈ 2-3 ദിവസം കൊണ്ട് വേറെ 2-3 ദിവസം കൊണ്ട് ഏതായാലും അറിയാൻ പോകുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് സമയം നിങ്ങളതും കഴിച്ചിട്ടല്ല കാര്യം. കേരളത്തിൽ എങ്ങനെയാവും? കേരളത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു സംഗതിയുണ്ട്, ഉജ്ജ്വലമായ പ്രകടനമായിരിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഇതിലെ അനാലിസിക്ക് എന്തായിരുന്നാലും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം നമ്മളിവിടുത്തെ ഇലക്ഷൻ കണ്ടവരും എന്നെപ്പോലെയുള്ള ആളുകൾ, സ്ഥാനാർത്ഥിയായി നിന്ന ആളുകളൊക്കെ നമുക്ക് ഇവിടുത്തെ എല്ലാ സാഹചര്യം നോക്കിയിട്ട് പറയുമ്പോൾ നമുക്ക് നല്ല സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. നല്ലൊരു മെജോറിറ്റി UDF ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പോളുകൾ പറയുന്നത് സംസ്ഥാനത്ത് കേരളത്തിൽ UDF തന്നെയാണെന്നാണ് എന്നാണ്. അതിപ്പോൾ ഇത് വന്നിട്ടിരുന്ന മുമ്പും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഞങ്ങൾ 20 ഔട്ട് ഓഫ് 20 എന്നതുപോലും പറഞ്ഞ് വെച്ചൊരു പാർട്ടിയാണ്. അത് തന്നെ വരുമോ? 2020 വരുമോ? അങ്ങനെയൊക്കെ ആവട്ടെ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.